ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അതെ, ഞാൻ കിച്ചണിലാണ്. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. മഴപ്പൊന്നൊരു വളർച്ച ഉണ്ട്. ഇതേ അസ്മക്കുട്ടനക്ക് മിനിയാന്ന് രാത്രിയാണ് പനി തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ കുറച്ചൊരു കുറവുണ്ട്, പക്ഷെ നാളെ ഡോക്ടർ ആയിട്ടില്ല എടാ. നമുക്ക് മുടി കെട്ടണ്ടേടാ. എന്ന് കെട്ടടാ. ഞങ്ങൾ കുഞ്ഞാപ്പൂനെ പോലെ ആക്കാച്ചിട്ടാണ് കേട്ടോ മുടിയൊക്കെ വളർത്തണം. പക്ഷേ ഞങ്ങൾക്ക് മുടി വളർത്തിയ അപ്പം പനി ഉണ്ടാവും, അതാണ് പ്രശ്നം. അല്ലെങ്കിലും പനി ഉണ്ടാവും കേട്ടടാ. ഇനി എന്താണ്ട് എന്ത് ഇത് ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കി വെച്ചിങ്ങനെ കണ്ടപ്പോഴാണ് ഓൻ പറഞ്ഞത് ബീട്രൂട്ടായിട്ട് ദോശ ഉണ്ടാക്കണം. നമ്മൾ യൂട്യൂബിലൊക്കെ അവന് ബീട്രൂട്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണൊക്കെ കണ്ടിട്ടുണ്ട്, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിക്കാൻ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ദോശ ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എടാ നല്ലത് കേട്ടോ ഗൈസ്. എൻ്റെ അമ്മച്ചി ഇവിടെ ബീട്രൂട്ട് അപ്പം ഉണ്ടാക്കുകയാണ്. ബീട്രൂട്ട് അപ്പം. അതാ ദോശ റെഡി. എന്താ ഇത് ഞാൻ മറ്റേ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അരി അരച്ചിട്ടാണ് ദോശ ഇടണത്. വേണ്ട അപ്പോഴല്ല അസ്മിക്കുട്ടൻ ബീട്രൂട്ട് ദോശ വേണമെന്ന് തന്നെ. അപ്പോൾ ഞാൻ അതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിന് എന്ത് ചെയ്ത് ആ മാവിൽ തന്നെ ഞാൻ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ നീര് പാർന്നതാണ് കേട്ടോ. നീര് മാത്രം പാർന്നാൽ മതി, അതിൻ്റെ അത് വേണ്ട കേട്ടോ. വേസ്റ്റ് നമുക്ക് കളയാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് എന്താ പാടാറില്ല കേട്ടോ. കഴിക്കടാ. ഈ അപ്പം ചൂടണ്ട, അമ്മച്ചി വെച്ചല്ല. അമ്മച്ചിനെ സഹായിക്കുക, അമ്മച്ചിനെ സഹായിക്കുക എടാ. പറയേ എടാ വെക്കേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ചുരിദാറ് ബിറ്റല്ല, നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയില്ലേ അതിൻ്റെ കട്ട് പീറ്റ്സ് വാങ്ങിയതാണ് കേട്ടോ. കട്ട് വാങ്ങിയിട്ട് പിന്നെ അത് ഞാൻ ലൈനിങ്ങും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് കോട്ടൺ പ്രിൻ്റാണ് കേട്ടോ, കോട്ടൻ്റേതാണ്. കുഴപ്പമില്ല. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞ് എങ്ങനെയാ വെച്ചാൽ ചുരിദാർ തയ്ച്ചാൽ മതി. ആൾക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ തുണി. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയോണ്ട് എന്നോട് പറഞ്ഞ് എന്താ തയ്ക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചുരിദാർ തയ്ച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് മോഡലൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കഴുത്തിൻ്റെ മോഡലൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്ന് അങ്ങനെയൊക്കെ തന്നതാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കട്ടെ എത്രത്തോളം സെറ്റാവും എന്നറിയില്ല. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കട്ടിങ് പരിപാടി കഴിഞ്ഞ് തുടത്തിയാൽ ഇനിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞതിൻ്റെ ശേഷം കാണിച്ചു തരാം എങ്ങനെയെന്നുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെയോ കഴിക്കേ. നമ്മളുടെ നെക്ക് ഏകദേശം ഫിനിഷിങ് ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ബാക്കി പിന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയി അസ്മിക്കുട്ടൻ കൂളിയൊക്കെ കഴിഞ്ഞ് നോക്കടാ എങ്ങനെയുണ്ട്. സൂപ്പറായാ എൻ്റെ കിട്ടിയപ്പോൾ സൂപ്പറായി കേട്ടോ. എൻ്റെ കിട്ടിയപ്പോൾ സൂപ്പറായി. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ശനിയാഴ്ച ഒരു പരിപാടി ഉണ്ട്, ഒരു ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ അതിന് പോവാൻ കേട്ടോ. അപ്പോൾ അതുമാണ്. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചാണ്. എന്നാ പറ അസ്മിക്കുട്ടൻ പറ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇടനേരത്ത് കഴിക്കാൻ മാങ്ങ എടുത്തു വീട്ടിൽ നിന്ന്. ഇത് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. ഇന്നലെ ഇറച്ചി വരുമ്പോൾ വാങ്ങിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മുന്തിരി എവിടെ മുന്തിരി ഞാൻ കഴുകി പാത്രത്തിലാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതായ മുന്തിരി. മാങ്ങ പിന്നെ ഇവിടുന്ന് മുറിക്കാച്ചിട്ട് മുറിക്കാതെ കൊണ്ടുവന്നാണ്. പിന്നെ എന്താടാ കിൻഡർ ജോയിൽ എന്താണ് നോക്കട്ടെ. ബ്ലേഡ് കൈമ തട്ടരുത്. ഇത് മിഠായി. അത് കളിക്കണ കാറാ. 20 രൂപയാണ് ഈ കിൻഡർ ജോയ്ക്ക്. കിൻഡർ ജോയ് എന്നല്ല, ഇത് വേറെ ജോയിയാണ്.
അതേ നമ്മളുടെ ചുരിദാർ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അത് എന്താ ഇതിൻ്റെ നെക്ക് ഞാനിങ്ങനെ ആയിട്ട് ഡിസൈൻ ചെയ്തത് നല്ല ഭംഗിയില്ലേ. വീനെക്ക് കൊടുത്തിട്ട് അവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നതേ ഇങ്ങനെ ഇതുണ്ടോ ഒരു ഡിസൈൻ. ഇത് ഞാൻ തന്നെ കേട്ടോ ഡിസൈൻ ചെയ്തത്. കസ്റ്റമർ എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ പിന്നെ സ്ലീവിനും സെയിം അല്ല, പക്ഷേ ഇതുണ്ടോ സ്ക്വയർ പോലെ അയിമലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ അതും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ചുരിദാർ. നല്ല അടിപൊളിയല്ലേ സെറ്റ്. അപ്പോൾ അതാ ഗായ്സ് പുറത്ത് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഇടയിൽ ഇതാ തരടാ ഇതെന്താ അസ്മിക്കുട്ടന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. നമുക്ക് ജലദോഷപ്പെടുന്നുണ്ട് കേട്ടോ. പനി മാറിയിട്ടില്ല. നോക്കാം നാളേക്കൊക്കെ എന്താവുന്നത്. അപ്പോൾ ഇതാ ഫോൺ ഇറ്റ് വന്നപ്പോൾ ഞാൻ ഈ മാങ്ങയൊക്കെ നല്ലതായിട്ട് മുറിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പഴുത്തുകൾ നല്ല മധുരമുണ്ട്. ഇനി എന്താ പറയാൻ കഴിക്കടാ എനിക്കെന്താ പറയാൻ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടേക്ക് പോകണ്ട്? വീട്ടിലേക്ക് പോകണം. പഠിക്കണ്ടേ? ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചട്ടെ. ഓക്കെ അസ്മിൻ്റെ തലമ്മ. അസ്മി കുട്ടാ ഇന്നെന്താണ് തലമ്മേ? ഇതെന്താ മാസ്കാ? അങ്ങനെ എന്താ നോക്കട്ടെ. ഇതെന്തിനാ തലമുട്ടിക്കണ്? പറ എന്തിനാന്ന് പറയേ. പറയടാ. ഇതിൽ അണുക്കളുണ്ടാവും. അണുക്കൾ നമ്മളിങ്ങനെ ഇത് വായം വെച്ചല്ലേ, അപ്പോൾ ഇതിന്മേൽ രോഗാണുക്കളുണ്ടാവും. ഇത് തലം വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതെന്തിനാണ്? തൊപ്പിയാ? ചോറുന്നാ? ഞാൻ ഉറങ്ങണ്ടേ? എന്താ ഉറങ്ങാത്ത?